ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ ഒരു 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 വലിയ സമൂഹം തയ്യാറാകുന്നു. ഇത് ആശങ്ക ഉളവാക്കുന്നതല്ലേ? അതിന് ഇപ്പം നേരത്തെ ഷാഫി ജാലിയൻ പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടില്ല ഈ സംഘടനയെ, ഇതിൻ്റെ പ്രവർത്തനത്തെ. മാത്രമല്ല, ഇതിനെ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പിന്തുണച്ചൂടാ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഒരു ചുരുക്കം. അതാണ്. അല്ല, എല്ലാവരും ഇതിനകത്ത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതികമായ ന്യായീകരണം ഒരു ഭാഗത്ത് ചില ആളുകൾ നടത്തുമ്പോൾ അതൊക്കെ കൃത്യമായി നാം സമൂഹം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി. ഇപ്പൊ ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സിഗരറ്റ് ബോംബുകളിലൂടെ മലപ്പുറം ജില്ലയിൽ തിയേറ്ററുകൾ കത്തിച്ചു. പൈപ്പ് ബോംബുകളിലൂടെ അക്രമം നടത്താൻ വേണ്ടി തയ്യാറെടുത്തു. അതെങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്ന് പല ഭാഗത്തും പല സംഭവങ്ങളും ഈ നാട്ടിലും. ആഗോള ഭീകരതയുടെ ഭാഗമായി ഒരു സെപ്റ്റംബർ മാസം 11-ാം തീയതി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. അതിന്റെ തകർച്ച, ആ തകർച്ചയെ അതിൽ നേതൃത്വം കൊടുത്തവർ. അതേപോലെ താജ് ഹോട്ടലിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ വന്ന് ആക്രമണം നടത്തി. അവര് ചില പ്രത്യേക ടാർഗറ്റ് കൊണ്ടുവന്നു, അക്രമമുണ്ടായി. ഇങ്ങനെ ഈ നാട്ടിലുടനീളം നിരന്തരമായി ഉണ്ടാവുന്ന അക്രമങ്ങൾ, ഈ അക്രമങ്ങളൊക്കെ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കും. ഈ അക്രമകാരികൾ അല്ലെങ്കിൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന, ഇപ്പോൾ നാട്ടില് ചില പരിശീലനം നടക്കുന്നു, പട്ടിയെ വെട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുന്നവരാണ്. ഇപ്പൊ കേരളക്കരയിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പല ഭാഗത്ത് ഈ തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ്. ഇത് അതേസമയം തന്നെ ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ ഈ കടപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. അപ്പൊ ഇതിനകത്ത് പെടാത്ത ചില ആളുകളും പ്രാർത്ഥനയിൽ പോയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ ഈ വക ഒരു കൃത്യമായ ഇന്റൻഷനിലൂടെ ഇതിനെയല്ല. ഇപ്പൊ നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഖുറാനിലെ ചില വാചകങ്ങളെ കുറിച്ചിട്ട് തെറ്റിദ്ധാരണ വരുത്തുന്നതായിട്ട് പറയും. ഇപ്പൊ ഖുറാനിലെ വാചകങ്ങളെ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടുകൂടി ചില ആളുകൾ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താ? ഈ തരം ഭീകര പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇട നൽകുന്ന തരത്തിലുള്ള പശ്ചാത്തലം ഒരിക്കലും അതിന്റെ തുടർച്ചയായി നടക്കുന്ന ഈ പ്രാർത്ഥനയുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത്, ഭാരതത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒക്കെ ഇങ്ങനെ ആസൂത്രിതമായി കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഇന്റൻഷൻ പരിശോധിക്കുമ്പോൾ അവിടെയാണ് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക നിയമത്തിന്റെ ന്യായീകരണമോ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നോ ഒന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇത്തരം വിഷയങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം, ആ തീവ്രവാദികളെ വളരെ ഉന്നതരായി കാണാനോ അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കാനോ പരിലാളിക്കാനോ ഇടയാക്കുന്ന തരത്തിലുള്ള ചില ന്യായീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറെ അർബൻ നക്സലുകൾ, ആ നിലയിലുള്ള പ്രവർത്തനം. അപ്പൊ ഇതെല്ലാം നാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ അപകടം നാം തിരിച്ചറിയുന്നത്. ഇന്നിപ്പോ ഈ വാർത്തയുടെ കൂടെ തന്നെ ഇപ്പോ ജനം ടി വി എഴുതി കാണിക്കുന്നുണ്ട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇഫ്താറിനെ കുറിച്ച്. ഇഫ്താറിനെ നടത്താൻ ആർക്കാ ഇതിന്? പക്ഷെ അത് ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. അപ്പൊ ഇത് ആരാ സംഘടിപ്പിക്കുന്നത്? എന്താ ഇന്റൻഷൻ? അവിടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ. കാരണം ക്ഷേത്ര സങ്കല്പം എന്താ, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ രീതി എന്താ, ക്ഷേത്രത്തിന്റെ ആരാധനാക്രമം എന്താ? ഇപ്പൊ പള്ളി നടക്കുന്നതും അല്ലെങ്കിൽ ഇതര സമുദായത്തിന്റെ ആരാധനാലയങ്ങളെയും ക്ഷേത്രത്തെയും തമ്മിൽ ആ തരത്തിലൊന്നും താരതമ്യപ്പെടുത്താൻ പോലും കഴിയില്ല. കാരണം ഏതൊരു ഓഡിറ്റോറിയോ അല്ല ഒരു ഹാള്, ആ ഹാളിൽ മുസ്ലിം സമാജത്തിന് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവുമില്ല, അതവര് പള്ളിയാക്കി മാറ്റും. അപ്പൊ അവര് ആ രീതിയിലല്ല ക്ഷേത്രം നിർമ്മിക്കുന്നത്, ക്ഷേത്രത്തിന്റെ പാവനതയെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ട് ഇത്തരം കാര്യം ചെയ്യാൻ ഇതിന് ആരും മുസ്ലിമിനെതിരൊന്നുമല്ല. മുസ്ലിമിന് വേണ്ടിയിട്ട് ഇഫ്താർ നടത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഇഫ്താർ നടത്തുന്നതിന് ആരാ ഇതിന്? അപ്പൊ ഇവിടെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന അർബൻ നക്സലുകളും അന്താരാഷ്ട്ര ഭീകരവാദികളും എല്ലാം നടത്തുന്ന
ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ചില ചരടുകൾ, ചില പോയിന്റുകൾ ഈ നാട്ടിൽ കൃത്യമായി വർക്ക് ചെയ്യുകയും ആ പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഈ തരം പ്രാർത്ഥനയും പരിപാടിയും നടക്കുകയും ചെയ്യുമ്പോൾ അത് ആശങ്കാജനകമാണ്. സംശയമൊന്നുമില്ല. അതിലെ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടി പോകാൻ പാടില്ലായിരുന്നു. അവർ രാഷ്ട്രീയമല്ലേ പറയും. അപ്പൊ അവരെ ആ രാഷ്ട്രീയത്തിന് അതീതമായി ആ തരം പരിപാടികളിൽ പോകുമ്പോ അത് സമൂഹത്തിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സംശയമുണ്ട? മനസ്സിലായി.